പ്രജിത, ഈ ജാമിത ടീച്ചർ അവർക്കെതിരെ ഇപ്പോൾ വല്ലാത്ത ചില ഭീഷണികളൊക്കെ ഉണ്ടാകുന്നതായിട്ടൊക്കെ ചില വീഡിയോകളൊക്കെ കാണാൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അതായത് ടീച്ചർ എന്ന് പറയുന്നത് 2018 മുസ്ലിം മതം വിട്ട് പുറത്തു വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ മുസ്ലിം മതത്തിനുള്ളിൽ പറയുന്ന വിരുദ്ധത, അന്യമത വിരുദ്ധത എന്തെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇസ്ലാം പ്രചാരകയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളാണ് ജാമിദ എന്ന് പറയുന്ന ടീച്ചർ. അധ്യാപിക കൂടിയായിരുന്നു. അപ്പോൾ ആ ജാമിദ ടീച്ചർ പിന്നീട് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പുറത്ത് വന്ന് അതല്ലാതെ ജീവിക്കാനൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ അവർക്കെതിരെ, ജാമിദ ടീച്ചർക്കെതിരെ ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ ജാമിദ ടീച്ചറുടെ റിലേറ്റീവ്സിൻ്റെ, അതായത് സഹോദരങ്ങളുടെയൊക്കെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ത്രെട്ടനിങ് നടത്തുകയാണ്. അതായത് നിങ്ങൾ അവരുടെ ആരുമല്ല എന്ന് പറയണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കും, ഒരു അഡ്വക്കേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഷെഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീ ആ ജാമിദ ടീച്ചറുടെ സഹോദരങ്ങളുടെയൊക്കെ വീട്ടിൽ പോകുന്നത്. ജാമിദ ടീച്ചർ പറയുന്നത് ജാമിദ ടീച്ചർ മതം വിട്ടു, ജാമിദ ടീച്ചർക്കെതിരെ ഇവർ വേണമെങ്കിൽ അന്വേഷിക്കട്ടെ, അവർക്ക് എന്തെങ്കിലും നടപടികൾ നിയമപരമായിട്ടൊക്കെ ചെയ്യാമെങ്കിൽ അവർ ചെയ്യട്ടെ, അത് പ്രശ്നമില്ല. പക്ഷേ മറിച്ച് എന്തിനാണ് ഇപ്പോഴും ടീച്ചർ പറയുന്നുണ്ട് അവർ മുജാഹിദ് വിഭാഗക്കാരാണ്, ആ ഒരു പാത പിന്തുടരുന്നവരാണ്. അപ്പോൾ അത്രത്തോളം വളരെ റിലീജിയസ് ആയിട്ട് പോകുന്ന എൻ്റെ കുടുംബത്തിൽ ചെന്നിട്ട് മറ്റുള്ള സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നവരുടെ അടുത്ത് ചെന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചേട്ടാ നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല, അത്രത്തോളം കേട്ടില്ലേ ചേട്ടാ, അതിഭീകരമായ പച്ചത്തെറിയൊക്കെ തെറിയല്ലാതെ ഒരു വാക്ക് അതിൽ പറയുന്നുണ്ടോ? അങ്ങാടിയിൽ പണ്ട് നമ്മൾ ഇതേപോലെയുള്ള ചില സ്ത്രീകളെയൊക്കെ കണ്ടിട്ടുണ്ട്, സ്ത്രീകളെയും പുരുഷന്മാരെയും വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പൊ അവർ പോലും അങ്ങനെ. അതെ അതെ അതെ, അത് ഇത് നമുക്ക് ഒരു വാക്ക് അതിൽ നിന്ന് നല്ലൊരു പറയില്ല. അതെ, തെമ്മാടികളായിട്ടുള്ള പോക്കരിയായിട്ടുള്ള. എനിക്ക് തോന്നുന്നത് കൂടെ ഇരിക്കുന്നത് ചില വീഡിയോയിലൊക്കെ മകനാണ്, മൂത്ത മകനാണ് എന്നാണ് തോന്നുന്നത്. ഈ മൂത്ത മകൻ പോലും ഇവരെന്തിനു വേണ്ടി ഇത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ടീച്ചർ ചോദിക്കുന്ന ചോദ്യം. അതായത് ഇവരുടെ ചാനൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിമുകൾക്ക് എതിരെയായിരുന്നു. ക്ലബ് ഹൗസിലൊക്കെ വന്നിട്ട് പറയുന്ന വീഡിയോസൊക്കെ പല യൂട്യൂബേഴ്സും എടുത്തിട്ട് ഈ റോസ്റ്റിംഗ് വീഡിയോസും റിയാക്ഷൻ വീഡിയോസും ഒക്കെ ഇടുമല്ലോ, അങ്ങനെയുള്ളത് നമുക്ക് നിരവധി കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ മുസ്ലിമുകൾക്ക് എതിരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയാണ് ഇപ്പോൾ വന്നിട്ട് ജാമിദ ടീച്ചർക്കെതിരെ മുസ്ലിമിന് വേണ്ടി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പൊ ടീച്ചർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫണ്ടിന് വേണ്ടിയിട്ടാണ്. അതായത് ആദ്യം ഇവർ മുസ്ലിമുകൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇവർ ദുബായിലോ മറ്റോ വേശ്യാലയം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകളൊക്കെ പല മുസ്ലിമുകളായിട്ടുള്ള ആളുകളും വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം കൂടി ഇവർക്ക് നിൽക്കക്കളി ഇല്ലാതെ വന്നതോടുകൂടിയാണ് ഈ പറയുന്ന വിഭാഗവുമായിട്ട് കൈ കൊടുത്തുകൊണ്ട് മുസ്ലിമുകൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ മുസ്ലിമുകളായിട്ട് അനുകൂലമായിട്ട് സംസാരിക്കട്ടെ, പക്ഷേ ചേട്ടനും കേട്ടില്ലേ, സംസാരിക്കുന്ന ഭാഷ നമുക്ക് ഏതൊരാളെയും വിമർശിക്കാം. ആ വിമർശിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അതിഭീകരമാണ്. നബിയെ കുറിച്ച് വിമർശിക്കാന്നുള്ളവര്, അതെ, അമ്മയെ പറഞ്ഞു, നബി എന്താണ് ചെയ്യുന്നത്, ആ നബി വിശ്വാസികളെ പറ്റി പറയുന്ന വാക്കുകളൊക്കെ കേട്ടില്ലേ, നമുക്ക് കേട്ടാൽ അറയ്ക്കും. അത്തരത്തിലുള്ള വാക്കുകളാണ്. അത് നമുക്ക് പ്രേക്ഷകർക്ക് പറയാനും ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് കേൾപ്പിക്കാനും പറ്റില്ല. കാരണം മ്യൂട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ മ്യൂട്ട് അടിക്കേണ്ടി വരും, ഒരു വാക്ക് നല്ലതില്ല. അപ്പൊ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ജാമിദ ടീച്ചറുടെ വീട്ടിൽ പോയിട്ട്, അതായത് വർഷങ്ങളായിട്ട് തിരുവനന്തപുരം സ്റ്റാച്ചു ഊറ്റുകുഴി സലഫി സെന്റർ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ സിസ്റ്റർ ഭർത്താവ്. മതവിധികളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന കുടുംബത്തിൽ പോയിട്ട് മതം വിട്ട ജാമിദ മുസ്ലിമുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, മുസ്ലിമുകൾക്ക് എയർപോർട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് ആ പരിസരം മുഴുവനും അറിയല്ലേ, അങ്ങനെ മനഃപൂർവ്വം അപമാനിക്കുകയാണ്. ഈ പറയുന്ന പരുത്തിക്കുഴിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത നെടുമങ്ങാട് താമസിക്കുന്ന ജാമിദ ടീച്ചറുടെ സിസ്റ്ററുടെ വീട്ടിലേക്കും ഇവർ
ഇത്തരത്തിൽ ജാമിദ ടീച്ചർ മതം വിട്ടു പോയതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ് പോയിട്ട് തിരുവനന്തപുരത്ത്. ഇത് കൂടി കഴിഞ്ഞപ്പോ 92 വയസ്സുള്ള ഉമ്മയുണ്ട്. ഉമ്മയെ ഇപ്പോ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് ടീച്ചറെ ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രജിത, കാരണം BP ഒക്കെ കൂടിപ്പോയി. കാരണം അതെ, അവര് അത്രയും റിലീജിയസ് ആയിട്ട് താമസിക്കുന്നു. പിന്നെ സ്വന്തം മക്കളുടെ വീട്ടിൽ വന്ന് ഒരു മകളുടെ കാര്യത്തെ പ്രതി ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്നാൽ ഇവര് പരസ്പരം ഒരു പ്രശ്നത്തിന് പോകുന്നില്ല, സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നത്തിന് പോവുകയല്ല, ഈ ഒരു പേര് പറഞ്ഞ് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഭർത്താവ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇവർക്കൊരു ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി ബംഗ്ലാദേശുകാരനാണ്. ആ ബംഗ്ലാദേശിയിൽ ഒരു മകനുണ്ട്. ആ മകന് ബംഗ്ലാദേശി ഇന്ത്യൻ പാസ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സാധാരണ അച്ഛന്റെ പേര് ഉണ്ടാവുമല്ലോ, ബംഗ്ലാദേശി ആണെങ്കിലും അച്ഛന്റെ പേരല്ലേ വരേണ്ടത്. പക്ഷെ ഈ പാസ്പോർട്ടിലുള്ളത് ഈ അച്ഛന്റെ പേരല്ല, വേറൊരു പേരാണ്. അപ്പൊ ആ കാര്യങ്ങളിൽ ഇപ്പോ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടാതെ മൂത്ത മകൻ ഗൾഫിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. പക്ഷേ അത് മാത്രമാണ് യോഗ്യത. ടീച്ചർ പറയുന്നത് അനുസരിച്ച് ആറ്റിങ്ങൽ കല്ലമ്പലത്ത് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ജോലിക്കൊക്കെ അപേക്ഷിച്ച് അതൊക്കെ കല്ലത്തായിരിക്കുന്ന ഒരു ആളാണ്. ഈ പലപ്പോഴും വീഡിയോയിൽ കാണുന്നത് മൂത്ത മകനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ മൂത്ത മകനെ പ്രതി ടീച്ചർ പറയുന്നത് ഞാൻ ചോദിച്ചു, അപ്പൊ ഈ മക്കളൊക്കെ എങ്ങനെയാണ് ടീച്ചറെ ഇത്തരത്തിൽ തെറിവിളിയും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു മാതാവിനെ അനുകൂലിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നത്, മകൻ പറഞ്ഞത് നിങ്ങൾ പോയിട്ട് അവളെ തീർത്തിട്ട് വാ, അതായത് ജാമിദ ടീച്ചറെ ഈ ഷെഫീന ബീവി പോയി തീർത്തിട്ട് വാ, ആ കുറ്റം ഞാൻ ഏറ്റെടുക്കാം, പക്ഷെ 50 ലക്ഷം രൂപ കിട്ടണം. ഒരു മകൻ അമ്മയുടെ അടുത്ത് പറയുന്ന വാക്കുകളാണ്. അപ്പോ അത് നമ്മൾ എങ്ങനെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അതെ, ടീച്ചർ ചോദിക്കുന്നത് ഇവർക്ക് ബംഗ്ലാദേശുമായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ചോർത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് ഫണ്ട് ചെയ്തിട്ട്, അങ്ങനെയും ആളുകളുണ്ട്, നമുക്ക് അത് സംശയിക്കാതിരിക്കാനും പറ്റില്ല. നിരന്തരമായിട്ട് ഇങ്ങനെ എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ടീച്ചർ, എക്സ് മുസ്ലിംസ് ഒരുപാടുണ്ടെങ്കിലും ജാമിദ ടീച്ചറെ എന്തുകൊണ്ട് ഉന്നം വയ്ക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഖുറാൻ ഒക്കെ നന്നായി പഠിച്ചിട്ടുള്ള നല്ല മതപരമായിട്ട് കൃത്യമായ അറിവുള്ള ഒരു വ്യക്തിയാണ് ജാമിദ എന്ന് പറയുന്ന വ്യക്തി. ഖുറാനിനെ കുറിച്ച് അവർ വായിച്ചിട്ട് അവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, TG മോഹൻദാസ് സാർ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. അവർ ഖുറാനെ കുറിച്ച് പറഞ്ഞത്, പിന്നെ അമുസ്ലിമായിട്ട് ആരെ കാണുന്നു അവനെ അപ്പൊ തന്നെ കൊല്ലണം എന്നാണ് അവരുടെ ഖുറാനിൽ പറയുന്നതെന്ന് TG പോലെയുള്ള ഒരു ഏറ്റവും നല്ലൊരു പ്രഭാഷകന്റെ കൂടെയൊക്കെ മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ചാനലിൽ ഇരിക്കുന്ന സമയത്ത് ചർച്ചകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടീച്ചറൊക്കെ അത് എപ്പോഴും തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പൊ ഇത്തരത്തിൽ താമസിക്കുന്ന ഒരു ഇത്തരത്തിലാണ്, അതായത് മക്കൾ പോലും അത്തരത്തിലാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. മക്കളെ കാശ് തരൂന്നല്ലേ പറയുന്നത്? കാശ് തരൂ, നിങ്ങൾ പോയി കൊന്നോളും, ഞാൻ കുറ്റമായിട്ട് എടുക്കാം, പൈസ കിട്ടിയാൽ മതി. അപ്പൊ എന്റെ സംശയം, ഇവർ ആർക്ക് വേണ്ടിയാണ് ഇവരെ തെറി വിളിക്കുന്നത്? അത് പിന്നെ ആരെങ്കിലും അതാണ് ടീച്ചർ പറയുന്നത്. ഒരുപക്ഷെ ഇവർക്ക് ബംഗ്ലാദേശി ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിൽ നിന്ന് രണ്ടാമത്തെ തമിഴനാണ് എന്നാണ് പറയുന്നത്. അവരാരുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് വിടാം. പക്ഷെ ഇത്തരത്തിൽ എന്തിനാണ് ഇങ്ങനെ പിന്തുടർന്ന് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്? ഒരാൾക്കൊരു മതം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അയാൾ അത് വിട്ടുപോട്ടെ, അതായത് സ്വാതന്ത്ര്യമാണ്. പിന്നെ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമല്ലേ, മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ. ഇതിപ്പോ ഇങ്ങനെ ഒരു കാരണം പറഞ്ഞ് തെറി വിളിച്ചത്, നമ്മൾ ഒരു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുംഭമേളയിൽ പോയ ഒരു മുസ്ലിം യുവതിയെ തെറി വിളിച്ച കഥയും നമ്മൾ അത് കേട്ടതാണ്. അതും കേട്ടതാണ്. അപ്പൊ ഇത് പിന്തുടർന്ന് ഇവരുടെയൊക്കെ വീടുകളിൽ പോയി ചെന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായൊരു അജണ്ടയുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ, അല്ലെ? ഇല്ലാതെ നമ്മൾ എന്തിനാണ് വെറുതെ ഒരാളെ, അതായത് അയാളെ പോയി തെറി വിളിക്കും ചിലപ്പോ വൈരാഗ്യം ഉണ്ടെങ്കിൽ. ഇത് അവരുടെ വീടുകളിലൊക്കെ തെരഞ്ഞു പിടിച്ചു പോയിട്ട് ഇത്തരത്തിൽ തിരിപ്പിക്കാനായിരിക്കാം. ആ ബുദ്ധി എന്തായാലും വിജയിക്കാൻ പോണില്ല. അതെ, അപ്പോ ഈ നമുക്ക് ഈ എക്സ് മുസ്ലിം ആണോ അല്ലയോ എന്നുള്ളതിനേക്കാളൊക്കെ ഒരു മനുഷ്യനല്ലേ,
ഒരു മനുഷ്യന് ജീവിക്കാനുള്ള മൗലികാവകാശം നമുക്കില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കേണ്ടി വരും, ഇവർ എത്രയോ പേരെ മതം മാറ്റിയിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻസിനെ മതം മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ലവ് ജിഹാദ് പറഞ്ഞുകൊണ്ട് തന്നെ എത്രയോ ചെറുപ്പക്കാരികളായ കുട്ടികളെ, മുത്തുപോലത്തെ പെൺകുട്ടികളെ, പെൺമക്കളുള്ളവരുടെ അവരെല്ലാം കൊണ്ടുപോയി മാറ്റി. അവരെല്ലാം അപ്പോൾ അങ്ങനെ മാറ്റിയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പേരിൽ അവർ തെറി വിളിച്ച് നമ്മൾ പുറകെ പോകേണ്ടതല്ലേ? ഈ ആ സമുദായം, അവർ പോയ സമുദായത്തിലുള്ളവർ. അതെ, ഇത് അപ്പോൾ ടാർഗറ്റ് ചെയ്തിട്ടല്ലേ ഇങ്ങനെ ചെയ്യുന്നത്? അതായത് ടീച്ചർ പറയുന്നത് അതാണ്. ഇപ്പോൾ ഇവർക്ക് എക്സ് മുസ്ലിമായിട്ട്, മുസ്ലിം വിഭാഗത്തിന്റെ ഒരു ഇതറിയാലോ, അവരുടെ മതത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവര് പിന്നെ എന്തായാലും ഒരാള് നല്ലത് പറയില്ല. അതിനെ ചേർത്ത് നിർത്താൻ ടീച്ചർക്ക് അല്ലാതെ തന്നെയുള്ള ത്രെറ്റനിങ് ഉണ്ട്. മതം വിട്ടു നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ടും ആരുടെ മുമ്പിലും പോയി തല കുനിച്ച് നിൽക്കാത്ത ഒരു വ്യക്തിയായിട്ട് അവർ ഒന്നിലുമില്ല. അപ്പോൾ ടീച്ചർ അങ്ങനെ ആരുടെ മുമ്പിലും പോയി ടീച്ചർ തല കുനിച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുമല്ല. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതെ, അപ്പോൾ ഈ ജാമിദക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പലരും കുറച്ച് തീവ്ര മനോവിഭാഗം ഉള്ളവരുണ്ടല്ലോ, അവരിൽ നിന്നെല്ലാം ഫണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ടീച്ചർ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോ, ആ വീഡിയോയിൽ പറയുന്നത് ചേട്ടനും കേട്ട് കാണണം. NIA ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് ഇവരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യട്ടെ, ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നതെന്ന് അറിയട്ടെ, ഇതിന് പിന്നിൽ എന്താണെന്ന് അറിയട്ടെ, ഈ നാട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ടീച്ചർ പറയുന്നത്. അല്ലാതെ എന്റെ മാത്രം കാര്യം ജയിക്കണം എന്നുള്ളതല്ല അല്ലേ? അവർ പറയുന്നത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അവസാനം ഇവർക്കെതിരെ ഇവരുടെ ഒരു ലിവിംഗ് ടുഗദർ ആയിട്ട് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അതെ, അതും മറ്റൊരു കാര്യമാണ്. അവസാനം ഒരു ചെറിയ ചെറുപ്പക്കാരൻ, മകന്റെ പ്രായമുള്ള മൂത്ത മകന് 30 വയസ്സാണെന്നാണ് ടീച്ചർ പറഞ്ഞറിയുക. അപ്പോ ശബരിമല പ്രക്ഷോഭ കാലത്ത് ആ സമയത്ത് ഒരു ലിബി CS എന്ന് പറഞ്ഞ ഒരു യുവതി കൂടി അവിടെ ശബരിമലയിൽ കയറാൻ ചെന്നിരുന്നല്ലോ. അപ്പൊ ആ ലിബി CS-ന്റെ ഭർത്താവിന്റെ അനുജനായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് വിനീത് എന്ന് പറഞ്ഞിട്ട്. അതായത് മോന്റെ കൂട്ടുകാരനായിരുന്നു. ആ മോന്റെ കൂട്ടുകാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മുറിയിൽ അടച്ചിട്ട് ന്യൂഡ് ഫോട്ടോസ് കാണിച്ച് അങ്ങനെ അതിനെ ഇത് ഭീഷണിപ്പെടുത്തി അവരുടെ കൂടെ ജീവിച്ചു. ആ കുട്ടി അവസാനം ഒരു 1.5 വർഷം മുമ്പാണ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ചെയ്ത് ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്. അത് എവിടെയൊക്കെയോ രക്ഷപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം മോശമായ രീതിയിലാണ് ഇത്തരത്തിൽ പണത്തിന് വേണ്ടിയിട്ട് ആദ്യം ഖുറാൻ കത്തിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഷെഫീന ബീവി എന്ന് പറയുന്നത്. ഖുറാൻ കത്തിക്കണം അല്ലേ? അപ്പൊ ആ സ്ത്രീ ഇതിനു വേണ്ടി മാറണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഭയവും ഒരേ സമയം തന്നെ ഫണ്ടിങ്ങും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അവർ ആർക്കോ വേണ്ടി ആരുടെയോ ജിഹോ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയേ ഉള്ളൂ. അതിൽ ഈ പറയുന്ന ഒരാൾക്ക് ഒരു മതത്തിൽ തുടരാനും ഒരു മതം വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ബംഗ്ലാദേശി ആയിട്ടുള്ള ഭർത്താവിന് ഇന്ത്യൻ പൗരത്വം കിട്ടാൻ വേണ്ടി അവർ എന്തൊക്കെയാണ് കാണിച്ചത് അല്ലെ? നാവായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലം അതെ, ആ സ്ഥലത്താണ് വസ്തു കൊടുത്ത് നികുതി ചീട്ടുണ്ടാക്കിയിട്ട് വ്യാജരേഖയൊക്കെ ഉണ്ടാക്കി പൗരത്വത്തിന് അപേക്ഷിക്കാൻ ശ്രമിച്ചത്. അതെ, ഇതിന് പിന്നിൽ ഇയാൾ തന്നെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് NIA വരണമെങ്കിൽ വരട്ടെ, ഇവരുടെ ഈ ചാനൽ ഉണ്ടല്ലോ അത് ടെർമിനേറ്റ് ചെയ്യണം. കാരണം അതിനകത്ത് വേറെ ഒന്നും പറയുന്നില്ല, തെറിപ്പാട്ടാണ് അതിനകത്ത് മുഴുവൻ. ഇവരെ വിളിക്കുന്നത് തെറിത്താത്താന്നെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് പലരും യൂട്യൂബേഴ്സിലെ റോസ്റ്റിംഗ് വീഡിയോസിലൊക്കെ ഇട്ട് ഇങ്ങനെ തെറിത്താത്ത എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോസ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ടീച്ചർക്കെതിരെ വളരെ ഭീകരമായ രീതിയിൽ തന്നെ ത്രെറ്റനിങ് നടത്തുന്നുണ്ട് ഇവർ. ഇതിന് പിന്നിൽ ആരെന്ന് പുറത്തു വരേണ്ടതും അത്യാവശ്യം തന്നെയാണ്.